ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IVFന് സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, IVF എന്ന് പറയുന്ന പ്രൊസീജിയർ 100% സക്സസ് റേറ്റ് തരുന്ന ഒരു പ്രൊസീജിയർ അല്ല എന്ന്. നെഗറ്റീവ് റിസൾട്ടും ഒരുപാട് കപ്പിൾസിന് കിട്ടാറുണ്ട്. അത് നമ്മുടെ തന്നെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലവർക്ക് 35% ചാൻസ് ആണ് പോസിറ്റീവ് ആകാൻ ഉള്ളതെങ്കിൽ ചിലവർക്ക് 50% ചാൻസ് ആണ് പോസിറ്റീവ് ആകാൻ ഉള്ളത്. അത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് IVF സക്സസ് റേറ്റ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും IVFൻ്റെ സക്സസ് റേറ്റ് സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ IVFൻ്റെ സക്സസിനായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. IVF ചെയ്യാൻ വേണ്ടി പോകുന്ന കപ്പിൾസിന് ആദ്യമേ സക്സസ് റേറ്റിനെ പറ്റി പലയിടത്തു നിന്നും കേട്ട് അവർക്കൊരു ധാരണയുണ്ടാകും. IVF എപ്പോഴും എല്ലാവർക്കും സക്സസ് ആകില്ല എന്ന് അവർക്ക് പലരുടെയും അനുഭവം കൊണ്ട് അറിയാമായിരിക്കും. ചിലപ്പോൾ അത് സ്വന്തം ആദ്യത്തെ IVF നെഗറ്റീവ് ആയതുകൊണ്ടും ആകാം. അപ്പോൾ IVF ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് നെഗറ്റീവ് വരുമോ എന്ന്, നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, സ്റ്റാർട്ട് വിത്ത് ദ പോസിറ്റീവ് അപ്രോച്ച്. പോസിറ്റീവായ ചിന്തയാണ് നിങ്ങൾക്ക് ആദ്യമേ വേണ്ടത്. നിങ്ങൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്, എല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ബെസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് വരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. സ്റ്റേ പോസിറ്റീവ്. അത് IVF ചെയ്യാൻ പോകുന്ന കപ്പിൾസ് മാത്രമല്ല, അവർക്ക് ബാക്ക് ബോണായി, അവർക്ക് സപ്പോർട്ടായി അവരുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സും കാണണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ, നിങ്ങളുടെ എക്സസൈസസ്, മെഡിറ്റേഷൻസ് ഒക്കെ, പിന്നെ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ A, B, D3, ഒമേഗ ഫാറ്റി ആസിഡ്സ്, ഇതൊക്കെ നിങ്ങൾ IVFന് പോകുന്ന ആ സമയം തൊട്ടല്ല ശ്രദ്ധിക്കേണ്ടത്. എഗ് റിട്രീവൽ ചെയ്യുന്ന ടൈമിന് 2 മാസം മുമ്പ് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം. IVFന് മുമ്പായിട്ടുള്ള ഈ 2 മാസം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നന്നായി എക്സസൈസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് എന്തായാലും നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്ട്രെസ്സും ടെൻഷനും തീർത്തും ഒഴിവാക്കണം. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ഫോളോ ചെയ്യുക. മെൻസ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി നല്ലതാകും. IVFന് വേണ്ടിയിട്ട് ബെസ്റ്റ് എഗ്ഗും ബെസ്റ്റ് സ്പേമുമാണ് വേണ്ടത്. അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുക, IVFന് 2 മാസം മുമ്പും IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിലും. മൂന്നാമത്തെ ടിപ്പ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ ഏറ്റവും നല്ല ക്ലിനിക് ചൂസ് ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്ലിനിക്കിൽ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടായിരിക്കണം. പേഷ്യൻസുമായിട്ട് നല്ലൊരു ടച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടോയെന്ന് ആദ്യമേ നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എന്തും തുറന്ന് ചോദിക്കാൻ പറ്റുന്ന ഡോക്ടർ ആയിരിക്കണം. IVF ക്ലിനിക് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, IVFൽ എംബ്രിയോ ഏറ്റവും ഗുഡ് ക്വാളിറ്റി ഉള്ളത് തന്നെ ആകണം എന്നുള്ളത് നിർബന്ധമാണ്. ഗുഡ് ക്വാളിറ്റി എംബ്രിയോ, ഗുഡ് ക്വാളിറ്റി എഗ്ഗും ഗുഡ് ക്വാളിറ്റി സ്പേമും കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്.
നല്ലൊരു IVF സെൻറ്റർ വേണം, നല്ല സ്റ്റിമുലേഷൻ വേണം, നല്ല ലാബ് വേണം. ലാബ് എന്ന് പറയുന്നത് IVFൻ്റെ ഹേർട്ട് തന്നെയാണ്. ലാബിൽ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങൾ ഉറപ്പുവരുത്തണം. അവിടെയുള്ള ആളുകൾക്ക് നേരത്തെ അറിയണം എന്തൊക്കെ ചെയ്താലാണ് സക്സസ് കൂടുന്നതെന്ന്. അവർക്ക് അത്ര എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നോക്കി വേണം നിങ്ങൾ IVF സെൻറ്ററും ലാബും ചൂസ് ചെയ്യാൻ. ഒരുപക്ഷെ ആദ്യത്തെ IVF ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഫെയിൽ ആകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി അടുത്ത തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന എക്സ്പീരിയൻസ് ഡോക്ടർ അവിടെ ഉണ്ടാവണം. കൊമേഴ്ഷ്യൽ IVFും അവൈലബിൾ ആണ്. പേഴ്സണൽ കസ്റ്റമൈസ്ഡ് IVFും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് IVF എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഇഞ്ചെക്ഷൻ ഒരേ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ അല്ല ചെയ്യുന്നത്. ചിലവർക്ക് ഇഞ്ചെക്ഷൻസ് കുറച്ച് മതി, എന്നാൽ ചിലവർക്ക് കൂടുതൽ ഇഞ്ചെക്ഷൻസ് ആവശ്യം വരാറുണ്ട്. ചിലവർക്ക് എഗ്ഗ് നേരത്തെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓരോ കപ്പിൾസിൻ്റെയും IVF കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നിടത്ത് വേണം നിങ്ങൾ പോകാനായിട്ട്. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ചില ആളുകൾക്ക് 48 വയസ്സായാലും ആദ്യത്തെ IVFൽ തന്നെ പോസിറ്റീവ് ആകും. അവർ മറ്റുള്ളവരോട് പറയാൻ താല്പര്യപ്പെടത്തില്ല. അവർക്ക് ചിലപ്പോൾ ഡോണർ എഗ് IVF ആയിരിക്കും ചെയ്തത്. പുറത്ത് ആരും അത് പറഞ്ഞെന്ന് വരത്തില്ല. കുറച്ച് സയൻറ്റിഫിക്കലി നമ്മൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാകും. ആർക്കും ഡോണർ എഗ് IVF അല്ലെങ്കിൽ ഡോണർ സ്പേം IVF ചെയ്യുന്നത് പുറത്ത് പറയുന്നത് ഇഷ്ടമായിരിക്കണമെന്നില്ല. പിന്നെ ചിലവർക്ക് കുറച്ച് ഇഞ്ചെക്ഷൻസിൽ റിസൾട്ട് പോസിറ്റീവ് വരും, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇഞ്ചെക്ഷൻ്റെ ആവശ്യം വന്നെന്ന് വരാം. അപ്പോൾ ഡോണ്ട് കമ്പയർ. ഓരോ IVFൻ്റെ കേസും ഡിഫറെൻ്റ് ആണ്. ട്രസ്റ്റ് ദ ഡോക്ടർ. ഡോക്ടർ പറയുന്ന കാര്യം നിങ്ങൾ 100% ചെയ്യാൻ മനസ്സ് കാണിക്കണം. ആദ്യത്തെ IVF ഫെയിൽ ആയെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. 25% സക്സസ് നേച്ചറിൽ തന്നെ ഡിപ്പെൻഡ് ആണ്. എൻഡോമെട്രിയം, എംബ്രിയോ, ഇംപ്ലാന്റേഷൻ ഇതെല്ലാം ഒരുപാട് ക്രിറ്റിക്കലാണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ആൻസർ ഡോക്ടറിൻ്റെ കയ്യിലും കാണില്ല. പക്ഷേ ഡോക്ടറിന് എവിടെയാണ് തെറ്റുപറ്റിയേ എന്ന് ആദ്യത്തെ IVFൽ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അടുത്ത IVFൽ അത് കറക്റ്റാക്കി IVF ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. IVF ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു 35% ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആ 35%-ത്തിൽ അകത്ത് നിങ്ങൾ വരുമെന്ന്. പക്ഷേ ബാക്കി നെഗറ്റീവ് വരാനുള്ള ആ പെർസെൻറ്റേജിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം നെഗറ്റീവ് വന്നെന്ന് ഓർത്ത് വിഷമിക്കരുത്. നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലൊരു തീരുമാനമെടുക്കണം. എത്ര IVF സൈക്കിളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ലാസ്റ്റ് പോസിറ്റീവ് ആകുന്നത് വരെ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുമെന്ന്. സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. നിങ്ങൾ സയൻസിൽ വിശ്വസിക്കുക. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറിലും ക്ലിനിക്കിലും വിശ്വസിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ഒരു പ്രാവശ്യത്തെ IVFൽ റിസൾട്ട് കിട്ടിയില്ലെന്നോർത്ത് ക്വിറ്റ് ചെയ്യാതെ ട്രൈ അഗെയിൻ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് സക്സസ്. അപ്പോൾ ഇതൊക്കെയാണ് IVFൻ്റെ സക്സസ്സിനായിട്ട് 5 സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒരുപാട് സിമ്പിളാണിത്, പക്ഷേ നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ഹെൽപ്പ് യു. ദൈവത്തെ മനസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. എത്രയും വേഗം നിങ്ങൾ ഓരോരുത്തരും പ്രൗഡ് പേരൻസ് ആയിട്ട് മാറട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും
മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.